ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് കല്യാണ വിശേഷങ്ങളുടെ ഡേ 3 ആണ്. അപ്പോൾ ഇന്ന് ഗുലാബിയോ അതോ ഡോൽക്കിയോ അത് രണ്ടിലേതോ ഒന്നാണ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഇത് തമ്മിൽ. പിന്നെ ഇന്ന് രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും മാറായും കൂടെ ബ്യൂട്ടി പാർലറിൽ പോകാൻ വേണ്ടി സെറ്റായിട്ട് നിൽക്കുവാണ്. കാരണം എനിക്ക് കുറച്ച് എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് എൻ്റെ ഹെയർ കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് സ്പാ ചെയ്യണം, പിന്നെ ചെറിയൊരു ക്ലീനപ്പും ത്രെഡും ഒക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോകാൻ വേണ്ടി സെറ്റായിട്ട് നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനും മാറായും കൂടെ ഒരു ഓട്ടോയിൽ കയറിയിട്ടാണ് ബ്യൂട്ടി പാർലറിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോത്തുംകോട് തന്നെ ഉണ്ടായിരുന്ന ബോൾഡ് ആൻഡ് ബ്യൂട്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. യൂണിസെക്സ് സലൂണാണ്. അവിടെ ചെന്ന് സ്പാ ചെയ്യാൻ വേണ്ടി തലയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് അവർ സ്പായുടെ ക്രീമൊക്കെ തേച്ച് എന്നെ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫേഷ്യലും കൂടെ അതിൻ്റെ കൂടെ ചെയ്യാനായിട്ട് അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്കറിയാൻ വയ്യ. എന്തൊക്കെയോ ക്രീമൊക്കെ ഇട്ട് കുറേ സ്ക്രബൊക്കെ ചെയ്ത് ഡീറ്റാൻ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചു എൻ്റെ കാലൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന്. സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പെഡിക്യൂറൊക്കെ ചെയ്ത് പിന്നെ ഹെയർ നല്ല അടിപൊളിയായിട്ട് അവരെനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഫേസും അതുപോലെ ത്രെഡും ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹെയർ എങ്ങനെ കിടന്നാണെന്ന് രാവിലെ നിങ്ങൾ കണ്ടാണല്ലോ. അപ്പോൾ ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എല്ലാവർക്കും ഊണ് വീട്ടിലായിരുന്നു. പിന്നെ ഞാൻ മാറാകം മെഹന്തിയും കൂടെ ഇട്ട് കൊടുക്കാൻ ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡിയായി സെറ്റായി ഇപ്പോൾ ഇന്ന് കളർഫുൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പല പല കളറിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തത് ഒരു മെറൂൺ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഡോൾക്കി നൈറ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജ് സെറ്റായിട്ടുണ്ട്. അടിപൊളിയായിട്ട് കാക്ക സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോർഡ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ആസ്യ വന്ന് ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ആസ്യ എൻ്റർ ചെയ്യുന്ന ആ ഒരു ഇതാണ്. ഡാൻസൊക്കെ കളിച്ച് ആസ്യനെ എൻ്റർ ചെയ്ത് സ്റ്റേജിലേക്ക് കൊണ്ടുപോവാണ്. പിന്നെ കേക്ക് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതിന് മുമ്പ് ഈ വീഡിയോഗ്രാഫേഴ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമല്ലോ. പിന്നെ ആമിയുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ വന്നപ്പോൾ വൈബായി. നമ്മൾ ഡാൻസും കാര്യങ്ങളൊക്കെ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയും ബാക്കി നാളെ മെഹന്തിക്കും കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വൈബാവും, അടിപൊളിയായിരിക്കും. നല്ല രസമായിരുന്നു. ഡോൾക്കി നൈറ്റ് നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുപോലെ കേക്കും ലഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കാണുമായിരിക്കും. അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്. ജിലേബിയും ലഡുവും ജെംസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ആയപ്പോൾ നമ്മൾ ഡോൾക്കി നൈറ്റിൻ്റെ വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൂത്തിരിയും അതുപോലെ കളർ സ്മോക്കും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പിള്ളേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. കളർ സ്മോക്കൊക്കെ വെച്ച് നമ്മൾ ഒരു എൻട്രി പോലെ സോങ് എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടെ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആസിയുടെ മുഖത്ത് കളർ വാരി എറിയുന്നതായിരുന്നു. ലാസ്റ്റാണ് നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കളറൊക്കെ വാരി എറിഞ്ഞിട്ടുണ്ട്. പിന്നെ ആസി അവിടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വൈബ് അടിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ നമ്മളെല്ലാം കൂടെ കുടത്തിൽ വെള്ളം എടുത്തിട്ട് കമത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് വരുമ്പോൾ ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്ക് അത് ഞാൻ ഇടാം കേട്ടോ. നല്ല രസമായിരിക്കും. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെ ക്യാമറാമാൻ്റെ ഒരു പാട്ടും കൂടെ ഉണ്ടായിരുന്നു. അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഡോൾക്കി നൈറ്റ് നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഡോൾക്കി നൈറ്റ് കഴിഞ്ഞ് വന്നത് ഡ്രസ്സൊക്കെ മാറ്റി നമ്മുടെ ഫേസൊക്കെ ഒന്ന് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് ഒന്ന് മേല് കഴുകി വന്നപ്പോഴാണ് ജീവൻ വീണത്. ഇനി പോയി കിടന്നുറങ്ങണം. അതിന് മുമ്പ് വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പേർക്ക് മെഹന്തി ഇടാനും കൂടെ ഉണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയി കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. നാളെ ഇനി മെഹന്തി നൈറ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.